പാറ്റ പാർട്ടിയെ പേടിച്ച ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയും മന്ത്രിമാരും ഓടിയൊളിക്കുന്ന കാഴ്ച ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി നമ്മൾ കാണുകയാണ്. ദിവസങ്ങൾക്കുള്ളിൽ 2.5 കോടി ജനങ്ങൾ അംഗത്വം ഏറ്റുവാങ്ങിയ കോക്രോച്ച് ജനതാ പാർട്ടി നരേന്ദ്രമോദിയുടെ ഉറക്കം കെടുത്തുകയാണ്. ആരോപണങ്ങളല്ല, ആവശ്യമായ ചോദ്യങ്ങളാണ് ഈ പാർട്ടിയുടെ ചെറുപ്പക്കാർ ചോദിക്കാൻ തുടങ്ങിയിരിക്കുന്നത്. ഇത് മോദിക്ക് മാത്രമല്ല, തെരഞ്ഞെടുപ്പ് കാലത്ത് നടത്താൻ പറ്റാത്ത മോഹനസുന്ദര വാഗ്ദാനങ്ങൾ നൽകുന്ന എല്ലാ പാർട്ടികൾക്കും, ഇത് എല്ലാ സർക്കാരുകൾക്കും അപകടകരമായിട്ടുള്ള സൂചനയാണ്. എവിടെ 20 കോടി തൊഴിൽ, എവിടെ ഞങ്ങളുടെ അക്കൗണ്ടുകളിൽ എത്തിക്കും എന്ന് പറഞ്ഞ 15 ലക്ഷം രൂപ, എവിടെ 50 രൂപയ്ക്ക് പെട്രോൾ, എവിടെ 55 രൂപയ്ക്ക് $1, എവിടെയാണ് 150 രൂപയ്ക്ക് ഒരു സിലിണ്ടർ ഗ്യാസ്? നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഇന്ത്യൻ ജനതയോട് പറഞ്ഞ വാഗ്ദാനങ്ങൾ അക്കമിട്ട് നിരത്തിയാണ് പാറ്റകൾ കൂട്ടത്തോടെ BJPയെ പൊതിഞ്ഞിരിക്കുന്നത്. അധികാരത്തിൽ വരുമ്പോൾ പറഞ്ഞ ലോക്പാൽ ബില്ലും ഇതുവരെ നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. പാകിസ്ഥാനെ നിലക്ക് നിർത്തുമെന്നും ഗംഗ ശുദ്ധീകരണം നടത്തുമെന്നും തുടങ്ങി മറ്റു പലതുമുണ്ടായിരുന്നു ഈ വാഗ്ദാനങ്ങളിൽ. സാറ്ററിക്കൽ പൊളിറ്റിക്കൽ മൂവ്മെന്റ് എന്ന നിലയിൽ ഈ മാസം 16-നാണ് CJP നിലവിൽ വന്നത്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്താണ് ഇന്ത്യയിലെ തൊഴിലില്ലാത്ത ചെറുപ്പക്കാരെ പാറ്റകളോടും പരാഗജീവികളോടും ഉപമിച്ചത്. ഇതിനെ തുടർന്ന് സോഷ്യൽ മീഡിയയിൽ തരംഗമായ CJP ഇപ്പോഴും ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗമായുള്ള രജിസ്ട്രേഷൻ പൂർത്തീകരിച്ചിട്ടില്ല. ഇന്ത്യയിലെ ഒട്ടുമിക്ക രാഷ്ട്രീയ പാർട്ടികളും ഈ മൂവ്മെന്റിന് ശക്തമായ പിന്തുണയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ജൻസി വിഭാഗത്തിൽപ്പെട്ട ഇന്ത്യയിലെ പുതുതലമുറയെ ആകർഷിക്കുന്ന ഈ പാർട്ടി ഇപ്പോൾ നിലവിലുള്ള മറ്റു രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ ഈ പാർട്ടിയിൽ ചേരേണ്ടെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യൻ ജനതയെ പറ്റിച്ചുകൊണ്ട് മതരാഷ്ട്രീയം മാത്രം ആയുധമാക്കി മുന്നോട്ടു പോകുന്ന BJPയുടെ അടിത്തറ ഇളക്കാൻ ഈ പാർട്ടിക്ക് സാധിക്കും എന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ഇന്ത്യയിൽ BJPയെ അടുത്ത കാലത്തൊന്നും പിടിച്ചുകെട്ടാൻ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും സാധിക്കില്ലെന്ന വാദമുഖങ്ങൾ ഉയരുന്നതിനിടയിലാണ് ഇപ്പോൾ ഇങ്ങനെയൊരു യുവരക്ത മുന്നേറ്റം അപ്രതീക്ഷിതമായി നമ്മുടെ രാജ്യത്ത് ഉണ്ടായിരിക്കുന്നത്. സോഷ്യൽ മീഡിയ സങ്കേതങ്ങളെല്ലാം അടച്ചുപൂട്ടാൻ BJP ശ്രമിച്ചപ്പോൾ തന്നെ എത്രത്തോളം ഭയപ്പാടിലാണ് അവരുള്ളതെന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്നു. വിരമിക്കലിന് ശേഷം ഒരു ചീഫ് ജസ്റ്റിസിനും രാജ്യസഭാ സീറ്റ് നൽകരുത്. അർഹതയുള്ള ഒരാളുടെ വോട്ട് ബോധപൂർവം നിരാകരിക്കപ്പെട്ടാൽ ഇലക്ഷൻ കമ്മീഷനെ UAPA ചുമത്തി അറസ്റ്റ് ചെയ്യണം. കാരണം അതും തീവ്രവാദ പ്രവർത്തനത്തിൽ കുറഞ്ഞ ഒരു കാര്യമല്ല. സ്ത്രീകൾക്ക് അവരുടെ സംവരണം 50% ആയി വർദ്ധിപ്പിക്കണം. കൂടാതെ മന്ത്രിസഭയിലും 50% സ്ത്രീകൾക്ക് വേണ്ടി നീക്കിവെക്കണം എന്ന് CJP ആവശ്യപ്പെടുന്നു. അദാനി അംബാനിമാരുടെ പേരിലുള്ള മുഴുവൻ മാധ്യമങ്ങളും നിരോധിക്കണം. ഗോഡി മീഡിയ ആങ്കർമാരായിട്ടുള്ള മുഴുവൻ ജേർണലിസ്റ്റുകളുടെയും അക്കൗണ്ടുകൾ പരിശോധിക്കണം എന്ന് തുടങ്ങി നിരവധി കാര്യങ്ങളാണ് പാറ്റ പാർട്ടി മുന്നോട്ട് വയ്ക്കുന്നത്. ഒരുപക്ഷെ ഇന്ത്യൻ ജനാധിപത്യത്തെ ആകെ പിടിച്ചു കുലുക്കാൻ കഴിയുന്ന പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിച്ചുകൊണ്ടാണ് യുവജനതയെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന CJP മുന്നോട്ട് പോകുന്നത്. ഈ പാർട്ടിയെ നിരോധിക്കാൻ ഇതിൻ്റെ മഹാഭൂരിപക്ഷം മെമ്പർമാരും മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് എന്ന വിമുഖവാദം കേന്ദ്ര സർക്കാരും BJPയും ഉയർത്തിയെങ്കിലും അതൊന്നും നിലനിൽക്കാൻ സാധ്യതയില്ല എന്ന് നമ്മൾ തിരിച്ചറിയുകയാണ്. ഇൻസ്റ്റഗ്രാമിലും സോഷ്യൽ മീഡിയ സങ്കേതങ്ങളിലും ഉണ്ടായിരുന്ന വമ്പൻ മുന്നേറ്റത്തെ ചെറുക്കാൻ പല രീതിയിലുള്ള അടവുകളും കേന്ദ്ര സർക്കാർ പയറ്റിയെങ്കിലും അതൊന്നും നടപ്പിലാകാൻ വേണ്ടി പോകുന്നില്ല എന്ന് ഇപ്പോൾ തിരിച്ചറിയുകയാണ്. യഥാർത്ഥത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയെ പിടിച്ചുകെട്ടാൻ കഴിയുന്ന ഒരു മുന്നേറ്റമായി തന്നെയാണ് CJPയെ എല്ലാവരും കാണുന്നത്. കാരണം ചോദ്യങ്ങളെല്ലാം സർക്കാരിനെതിരായിട്ടുള്ള ചോദ്യങ്ങളാണ്. അതും ഏറ്റവും പ്രധാനമായ മറ്റ് ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ജുഡീഷ്യറിക്കെതിരെയുള്ള ചോദ്യങ്ങളാണ്. ഇന്ത്യയിലെ യുവജനങ്ങളെ ഏറ്റവും മോശമായ രീതിയിൽ ചിത്രീകരിക്കാൻ ശ്രമിച്ച സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിന് നേരെ തന്നെ വിമർശനത്തിന്റെ കുന്തമുന ഉയർത്താൻ ഒരു ചെറുപ്പക്കാരുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് സാധിച്ചു എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അപ്പൊ സ്വാഭാവികമായും ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന പ്രത്യേകതകൾ എന്ന് പറയുന്നത് എന്തു വാഗ്ദാനം നൽകിയാലും അത് പാലിക്കേണ്ടതില്ല എന്ന കൃത്യമായിട്ടുള്ള ഒരു വ്യായാമം ഒട്ടുമിക്ക രാഷ്ട്രീയ പാർട്ടികളും സംസ്ഥാന കേന്ദ്ര തലങ്ങളിൽ നടത്തി വരുന്നതാണ്.
അവിടെ അത്തരം ഭരണകൂടങ്ങളെ പിടിച്ചുകെട്ടാൻ കഴിയുന്ന അതിശക്തമായിട്ടുള്ള മുന്നേറ്റം തന്നെയായിരിക്കും CJP നടത്തുക. ഇന്ത്യയെ സംബന്ധിച്ച് CJP നാളെ ഇലക്ഷൻ കമ്മീഷനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന രജിസ്ട്രേഷനും കൂടി പൂർത്തിയാക്കിയാൽ അത് ഏറ്റവും വലിയ ഭീഷണിയായി മാറുന്നത് BJPക്കും നരേന്ദ്രമോദിക്കും മാത്രമായിരിക്കും. ആ അർത്ഥത്തിലാണ് ഇന്ത്യയിലെ മറ്റു രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പോൾ വലിയ തോതിൽ CJPക്ക് പിന്തുണ നൽകുന്നത്.